ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 5 ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയാണ്. ശോധ് ഗംഗ, ശോധ് ഗംഗോത്രി, ശോധ് ശുദ്ധി, ഈ ശോധ് സിന്ധു ആൻഡ് ശോധ് ചക്ര. സോ എന്താണ് ഇത് ഓരോന്നെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ശോധ് ഗംഗ. ഇതിൽ ശോധ് എന്നുള്ള ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റിൽ ശോധ് മീൻ ചെയ്യുന്ന റിസർച്ച് ആൻഡ് ഡിസ്കവറി എന്നാണ്. അതുപോലെ ഗംഗ എന്ന് പറയുന്നത് നമുക്കറിയാം റിവർ ആണ് അല്ലെ. സോ ശോധ് ഗംഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് തീസിസ് ആൻഡ് ഡിസർട്ടേഷൻസ് സബ്മിറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലായിട്ട് റിസർച്ചിന്റെ അല്ലെങ്കിൽ PhDയുടെ ഭാഗമായിട്ട് റിസർച്ചേഴ്സ് സബ്മിറ്റ് ചെയ്യുന്ന തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ശോധ് ഗംഗ എന്ന് പറയുന്നത്. സോ ശോധ് ഗംഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ റിസർച്ച് സ്റ്റുഡൻസ് ടു ഡെപ്പോസിറ്റ് ദെയർ PhD തീസിസ്. അപ്പൊ ഇങ്ങനെ ഈ ശോധ് ഗംഗ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ റിസർച്ച് തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത് വഴി അത് ഭാവിയിൽ വരാൻ പോകുന്ന റിസർച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ റിസർച്ചിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന പല ടോപ്പിക്കുകളെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു ശോധ് ഗംഗ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് യൂസ്ഫുൾ ആണ്. ഇൻഫ്ലിബ്നെറ്റ് സെന്റർ ആണ് ഈ ഒരു ശോധ് ഗംഗ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇൻഫ്ലിബ്നെറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ എന്നുള്ള ഷോർട്ട് ഫോം ആണ്. ഇറ്റ്സ് എൻ ഓട്ടോണമസ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ബൈ ദ UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ശോധ് ഗംഗയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ശോധ് ഗംഗ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവൈലബിൾ ആവുന്ന ഈ തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് എവിടെ വേൾഡിലെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കാണെങ്കിലും വായിക്കാനും റീഡ് ചെയ്യാനും അതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്പൺ ആക്സസ് ലഭിക്കുന്നുണ്ട്. ഇതാണ് ശോധ് ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശോധ് ഗംഗയിലെ ഗംഗ എന്നുള്ളൊരു വേർഡ് വന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാം ഗംഗ എന്ന് പറയുന്നത് ഹിന്ദു ട്രഡീഷൻ അനുസരിച്ച് മോസ്റ്റ് സേക്രഡ് ആയിട്ടുള്ള ഒരു റിവർ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ഗംഗ എന്നുള്ളൊരു ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ റിസർച്ചിന്റെ അറ്റ് ദ എൻഡ് സബ്മിറ്റ് ചെയ്യുന്ന ഈ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് പ്ലേഗറിസം ഡിറ്റക്ഷൻ ടൂൾസ് എല്ലാം വെച്ച് ചെക്ക് ചെയ്ത് പ്ലേഗറിസം ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ ഒരു ശോധ് ഗംഗ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്ലേഗറിസം ഫ്രീ ആണ്, പ്യുവർ ആണ് എന്നുള്ളൊരു ഇതിലാണ് ശോധ് ഗംഗ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ശോധ് ഗംഗ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ശോധ് ഗംഗോത്രി. ശോധ് ഗംഗയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ശോധ് ഗംഗോത്രി. നമുക്കറിയാം ഗംഗ എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്ന സ്ഥാനമായിട്ടാണ് ഗംഗോത്രിയെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ശോധ് ഗംഗയിൽ നമ്മൾ പറഞ്ഞു അതിൽ റിസർച്ചിന്റെ അവസാനം സബ്മിറ്റ് ചെയ്യുന്ന തീസിസ് ആൻഡ് ഡിസർട്ടേഷൻസ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അതിന്റെ ഡിജിറ്റൽ ഫോമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്പേസ് ആണ് ശോധ് ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ശോധ് ഗംഗോത്രി അതിന്റെ ഉത്ഭവമായിരിക്കണമല്ലോ, അതായത് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു റിസർച്ച് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ഇനീഷ്യൽ സ്റ്റേജിൽ അതായത് PhDക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സിനോപ്സിസുകൾ ഉണ്ടല്ലോ, സിനോപ്സിസിന്റെ ഇലക്ട്രോണിക് വേർഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ശോധ് ഗംഗോത്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇൻഫ്ലിബ്നെറ്റ് സെന്ററും കൂടിയിട്ടാണ് ഈ ഒരു ശോധ് ഗംഗോത്രി എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. Okay, the electronic versions of approved synopsis which is submitted by the research scholars to registered for PhD program. ഇതാണ് ശോധ് ഗംഗോത്രിയിൽ സൂക്ഷിച്ചു വെക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഈ ശോധ് സിന്ധു. ഈ ശോധ് സിന്ധു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസോർട്ടിയം ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇലക്ട്രോണിക് റിസോഴ്സസ്. അതായത് റിസർച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് റിസോഴ്സസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സ്കോളർലി ആർട്ടിക്കിൾ, ജേർണൽ, അതുപോലെ ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. സോ അത് അവൈലബിൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ശോധ് സിന്ധു എന്ന് പറയുന്നത്. റിസർച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് റിസോഴ്സസ് ആണ് ഈ ശോധ് സിന്ധുവിലൂടെ അവൈലബിൾ ആവുന്നത്. ഓക്കെ, സോ ഈ ഒരു ശോധ് സിന്ധു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് HRD, അത് മുന്നേ മിനിസ്ട്രി ഓഫ് HRD ആയിരുന്നു, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ശോധ് സിന്ധു എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്. ബൈ മെർജിങ് 3 ഇനീഷ്യേറ്റീവ്സ് ആണ്. ഈ ഒരു കാര്യം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. 3 ഇനീഷ്യേറ്റീവ്സ്, അതായത് UGC ഇൻഫോനെറ്റ് ഡിജിറ്റൽ ലൈബ്രറി കൺസോർട്ടിയം, NLIST ആൻഡ് ഇൻഡസ്റ്റ് AICT കൺസോർട്ടിയം, ഇങ്ങനെ 3 ഇനീഷ്യേറ്റീവ്സ് മെർജ് ചെയ്തിട്ടാണ് ഈ ശോധ് സിന്ധു എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്.
ഇതിൽ എൻലിസ്റ്റ് എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് എന്നാണ്. അതുപോലെ ഇൻഡസ്റ്റ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസസ് ആൻഡ് ടെക്നോളജി കൺസോർട്ടിയം എന്നാണ്. AICT എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സോ ഇങ്ങനെ 3 ഇനീഷ്യേറ്റീവ്സ് മെർജ് ചെയ്തിട്ടാണ് ഈ ഷോട്ട് സിന്ധു എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഷോട്ട് സിന്ധു എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ 15,000-ഓളം peer reviewed journals ഇപ്പോൾ അവൈലബിൾ ആവുന്നുണ്ട്. എ നമ്പർ ഓഫ് ബിബ്ലിയോഗ്രാഫിക് സൈറ്റേഷൻ ആൻഡ് ഫാക്ച്വൽ ഡാറ്റാബേസസ് ഇൻ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് അവൈലബിൾ ആണ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് പബ്ലിഷേഴ്സ്. അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ അവൈലബിൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്. അതായത് ഈ ഷോട്ട് സിന്ധു പ്ലാറ്റ്ഫോമിൽ മെമ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിങ് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസിനാണ് ഈ ഷോട്ട് സിന്ധു എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആവുന്നത്. നെക്സ്റ്റ് ഈസ് ഷോത് ശുദ്ധി. ഷോത് ശുദ്ധി എന്ന് പറയുന്നത് ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് സബ് കമ്മിറ്റി നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് ഈ ഷോത് സിന്ധു. ഈ ഷോത് സിന്ധുവിൻ്റെ നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഷോത് ശുദ്ധി എന്ന് പറയുന്നത്. സോ വിച്ച് പ്രൊവൈഡ് ആക്സസ് ടു പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് ടു ഓൾ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഈ ഷോട്ട് ശുദ്ധി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവൈലബിൾ ആവുന്നത്. എന്താ പ്ലേഗറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ റിസർച്ച് ചെയ്യുന്ന ആളുകൾ അവരുടെ റിസർച്ചിന് വേണ്ടിയിട്ട് മറ്റു റിസർച്ച് വർക്കുകൾ അല്ലെങ്കിൽ ബുക്സും ഒക്കെ റെഫർ ചെയ്യും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് മറ്റു ആളുകളുടെ വേർഡ്സ്, മറ്റു റിസർച്ചേഴ്സിൻ്റെ വേർഡ്സും അതുപോലെ അവരുടെ ഐഡിയാസൊക്കെ നമ്മുടെ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർലി ഏത് റിസർച്ചിൽ നിന്നാണ് എടുത്തതെന്നും ആരുടെ വേർഡ്സ് ആണെന്നുള്ളതൊക്കെ റെഫറൻസിൽ ക്ലിയർലി സൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൈറ്റേഷൻസ് ആയിട്ട് ക്ലിയർലി സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. ഇതൊരു ഇന്റലക്ച്വൽ തെഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേഗറിസം എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ചുകൾ എന്താ പറയുക, റിസർച്ചിന് ശേഷം ആ ഒരു പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ പറഞ്ഞു തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ നമ്മൾ പറഞ്ഞല്ലേ ഷോത് ഗംഗയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലേഗറിസം ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് എന്തിൻ്റെ ആവശ്യം വരുന്നത്, പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസിൻ്റെ ആവശ്യം വരുന്നത്. സോ ആ സോഫ്റ്റ്വെയർസ് ആണ് ഈ ഷോത് ശുദ്ധി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ യൂണിവേഴ്സിറ്റീസിനും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷോത് ശുദ്ധി എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവിൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ദ കൺട്രി വർ പ്രൊവൈഡഡ് ആക്സസ് ടു ഒറിജിനൽ സ്പെല്ലിംഗ് അത് തന്നെയാണ് കേട്ടോ. അത് ആദ്യം ഉറുഗുണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പം അത് ഒറിജിനൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു വെബ് ബേസ്ഡ് പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. അത് ഈ ഷോത് ശുദ്ധി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഫ്രം October 1, 2023 the InflibNet Center now offers DrillBit എക്സ്ട്രീം പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ. അത് മറ്റൊരു പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ആണ്. അതും ഈ ഷോത് ശുദ്ധി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ അവൈലബിൾ ആവുന്നുണ്ട്. സോ ഡിഫറെൻറ്റ് പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവുന്നത്. നെക്സ്റ്റ് ഈസ് ഷോത് ചക്ര. ഷോത് ചക്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചക്ര എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു സൈക്കിളിനെയാണ് അല്ലേ. അപ്പോൾ ഷോത് ചക്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് ഇൻഫർമേഷണൽ ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ InflibNet Center അണ്ടർ ദ ഗൈഡൻസ് ഓഫ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ടു ഹെൽപ്പ് ദ അക്കാദമിക് കമ്മ്യൂണിറ്റി ഡ്യൂറിംഗ് ദിയർ റിസർച്ച് ലൈഫ് സൈക്കിൾ. ഒരു റിസർച്ചിലേക്ക് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ PhD അഡ്മിഷൻ എടുക്കുന്നത് മുതൽ അദ്ദേഹം റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന വരെയുള്ള എൻ്റയർ സൈക്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ സൈക്കിളിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷോത് ചക്ര എന്ന് പറയുന്നത്. സോ ഷോത് ചക്ര പ്രൊവൈഡ്സ് എ യുണീക് സ്പേസ് ടു ദ റിസർച്ചർ. അപ്പോൾ ഈ ഒരു ഷോത് ചക്ര എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ആർക്കൊക്കെ എൻ്റർ ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ചർക്ക് എൻ്റർ ചെയ്യാം, അതുപോലെ റിസർച്ചറിനെ ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ഓർ സൂപ്പർവൈസർക്ക് എൻ്റർ ചെയ്യാം, അതുപോലെ യൂണിവേഴ്സിറ്റിക്കും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടി സാധിക്കും. ആ ഒരു റിസർച്ചറിൻ്റെ എൻ്റയർ ലൈഫ് സൈക്കിളിൽ, അതായത് ആ ഒരു റിസർച്ചിൻ്റെ ഒരു എൻ്റയർ ലൈഫ് സൈക്കിളിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇത് ശരിക്കും ഒരു ഡിജിറ്റൽ വർക്ക് സ്പേസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഷോത് ചക്ര എന്ന് പറയുന്നത്. ഇവിടെ റിസർച്ചർക്ക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, സൈറ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഈ ഷോത് ചക്ര എന്ന് പറയുന്നത്. ഇതൊരു ഡിജിറ്റൽ വർക്ക് സ്പേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ ശോധ് ഗംഗ, ശോധ് ഗംഗോത്രി, ഈ ശോധ് സിന്ധു, ശോധ് ശുദ്ധി ആൻഡ് ശോധ് ചക്ര, ഇങ്ങനെ 5 ഇനീഷ്യേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.